2003 മാനുഫാക്ചറിങ് 2004 രജിസ്ട്രേഷനിലുള്ള മാരുതി 800 ആണ്. ഇതിൻ്റെ ഓണർഷിപ്പ് 3 ആണ്. കിലോമീറ്റർ 91,000 ഓടിയിട്ടുണ്ട്. 2020 സെലേരിയോ VXI ആണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം 65,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന് 6 മന്ത് വാറണ്ടി നമ്മൾ നൽകുന്നുണ്ട്. 3 ഫ്രീ സർവീസും ഉണ്ട്. 2014 ടൊയോട്ട ഇറ്റിയോസ് GD. ഇത് ഡീസൽ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം 91,200 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 2013 സ്വിഫ്റ്റ് VXI. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ്. കിലോമീറ്റർ 87,000. ടയേഴ്സ് കൊള്ളാം, കുഴപ്പമില്ല. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ആണ്. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര ട്രൂ വാലിയിലാണ് വന്നേക്കുന്നത്. അതായത് കൊട്ടാരക്കര റൗണ്ട് ബോട്ടിന് അവിടുന്ന് ആയൂരിലോട്ടൊക്കെ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡ് കരിക്കം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഷോപ്പാണ്. അത്യാവശ്യം 10-40 വണ്ടികൾ കിടപ്പുണ്ട്. 2 എപ്പിസോഡായിട്ടായിരിക്കും ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. വില കുറഞ്ഞതും കൂടിയതും മിഡിൽ ക്ലാസ്സിനെ പറ്റിയതും ഒക്കെ ആയിട്ടുള്ള വണ്ടികൾ ഇഷ്ടം പോലെ വന്ന് കിടപ്പുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ ഷോപ്പിൽ എപ്പോൾ വന്നാലും ഒരുപാട് വണ്ടികൾ കാണും. നമ്മൾ ചെയ്യാൻ 2 എപ്പിസോഡിനുള്ള വീഡിയോ എപ്പോഴും ഉണ്ടാവും. അപ്പം ആ രീതിയിൽ സ്റ്റോക്ക് നല്ല കളക്ഷൻ ചെയ്തിട്ടുണ്ട്. കുറേ നാളായി നമ്മളിപ്പോൾ ഇവിടെ വീഡിയോ ചെയ്തിട്ട്. അപ്പം പുത്തൻ സ്റ്റോക്കും നമ്മൾ കാണാത്തതായ വണ്ടികൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. എടുക്കാൻ താല്പര്യപ്പെടുന്നവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന വിലയിലൊക്കെ ഇവിടുന്ന് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പം നമുക്ക് ഇപ്പോൾ വന്നേക്കുന്ന വണ്ടികൾ എങ്ങനെയുണ്ട് നോക്കിയിട്ട് വരാം. ഹലോ ചേച്ചി, നമസ്കാരം. നമസ്കാരം സനു. അപ്പം നമ്മളിപ്പോൾ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട്. അതെ. ഇപ്പോൾ ഏകദേശം എത്ര രൂപയുള്ള വണ്ടികൾ ഇവിടെ കിടക്കുന്നത്? ഇവിടെ നമുക്ക് 70,000 രൂപ മുതൽ 65 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ള വണ്ടികളുണ്ട്. ഇപ്പോൾ ഇത് ഓണമൊക്കെ അടുപ്പിച്ച് വരുന്നതുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണോ കാണുന്നത്? അല്ല, നമുക്കിനി എക്സ്ചേഞ്ച് വണ്ടികൾ കയറാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു ചെറിയ വീഡിയോ ചെയ്ത് വെക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പോൾ സനുവിനെ വിളിച്ചത്. അതെ. അപ്പോൾ വേണമെങ്കിൽ ഒരു കർക്കിടവാവിൻ്റെ ബേസ് ചെയ്തുള്ള വീഡിയോ ആണേ പറയാം. ഓക്കെ. അപ്പം ഒരു 65 രൂപയുള്ള വീഡിയോ വണ്ടികൾ. ഈ സ്ഥാപനം കറക്റ്റ് എവിടെയായിട്ട് അയച്ചു വരുന്നത്? ഇത് നമുക്ക് ലോവർ കരിക്കം എന്ന് പറയും. ലോവർ കരിക്കത്ത് ജിയോ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോറൂം സാരഥി ട്രൂ വാലി വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം. ഉറപ്പായിട്ടും. ഇത് 2011 ഈക്കോ 5 സീറ്റർ AC ആണ്. ഓണർഷിപ്പ് 3 കിലോമീറ്റർ 76,000 കിലോമീറ്ററുമാണ്. അത് തീർച്ചയായിട്ടും. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇതിന് റീപ്ലേസ്മെന്റ് വന്നിട്ട് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. മേജർ ആക്സിഡന്റ് അങ്ങനെയാണോ? അങ്ങനെ മേജർ ആക്സിഡന്റ് ആയിട്ടൊന്നുമില്ല. ഇത് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. 2031 വരെ പേപ്പറുണ്ട്. ഓക്കെ. ഫ്ലോറൊക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്, ഒന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും സീറ്റ് കവറൊക്കെ നീറ്റായിട്ട് കിടപ്പുണ്ട്. സ്റ്റെപ്പിനികളൊക്കെ കിടപ്പുണ്ട്. ഓക്കെ. വണ്ടി കാണാനൊക്കെ കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് റേറ്റ് വന്നിട്ട് 1,95,000 ആണ്. 195. ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. വേറെ അപാകതകളായിട്ടൊന്നും കാണുന്നില്ല. ബോഡിയൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബ്ലാക്ക് കളർ ഓവറോൾ കൊള്ളാം. 2016 സ്വിഫ്റ്റ് ഡിസയർ VXI. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം 84,000 ആണ് ഓടിയിട്ടുള്ളത്. VXI അല്ലേ? VXI ആണ്. നല്ലൊരു ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. ഫോർഡ് പവറിൻ്റെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങനെയുള്ള എല്ലാം വരുന്നുണ്ട്. ഒരു വണ്ടി കാണാനൊക്കെ നീറ്റായിട്ടുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്. ടയേഴ്സ് ബാക്ക് ടയർ അത്ര പോരാ. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ 4,65,000 ആണ്. 4,65 നമ്മൾ 4 പുതിയ ടയർ ഇതിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടയറെല്ലാം മാറി കൊടുക്കും? അതെ, 4 ടയറും മാറിക്കൊടുക്കും. 2020 സെലേരിയോ VXI ആണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം 65,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന് 6 മന്ത് വാറണ്ടി നമ്മൾ നൽകുന്നുണ്ട്. 3 ഫ്രീ സർവീസും ഉണ്ട്. ഓൾറെഡി ഇപ്പം നമ്മൾ നൽകുമ്പോൾ ഒരു സർവീസ് നൽകിയിട്ടാണ് ഈ വണ്ടി കൊടുക്കുന്നത്. ഓയിൽ ഫിൽറ്ററും AC ഫിൽറ്ററൊക്കെ മാറിയിട്ടാണ് ഈ വണ്ടി കൊടുക്കുന്നത്. ഇതിൽ സ്റ്റീരിയോ ഇല്ല അല്ലേ? സ്റ്റീരിയോ ഇല്ല. സ്റ്റീരിയോ വരുന്നില്ല ഇതിനകത്ത്. വണ്ടിക്കകമൊക്കെ ഡീസൻ്റ് ആണ്. സീറ്റ് കവറായിട്ട് വന്നിട്ടില്ല. ടയർ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ 3,95,000 ആണ് റേറ്റ് വരുന്നത്. 395. എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇത് ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റുന്ന വാഹനമാണ്. 100% ഫിനാൻസ് കിട്ടുന്ന
ഈ സൈഡ് ബാക്ക് ടയർ മൊട്ടയാണ്, അത് മാറി കൊടുക്കൂ? ഇല്ല, നമ്മൾ ഈ കണ്ടീഷനിലാണ്. റേറ്റ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ. ചെറിയ ഇവിടെ മാത്രം ചെറിയ ഒരു പെയിന്റ് പോയൊരു പരിപാടി കണ്ടു, അല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. വണ്ടി കാണാനൊക്കെ ഡീസൻ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. 2020 മാനുഫാക്ചറിങ്, 21 രജിസ്ട്രേഷൻ, റിനോൾട്ട് ട്രൈബർ RXL വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം 64,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 64 കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണ്? അതെ അതെ, തീർച്ചയായിട്ടും. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല നീറ്റാണ്. 2 ഡോർ പവർ വിൻഡോസ് ആണല്ലേ? ഇത് RXL ആയതുകൊണ്ടാണ് 2 ഡോർ പവർ വിൻഡോ വന്നിട്ടുള്ളത്. മാനുവലാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് ബാക്ക് സൈഡും ഓക്കെ, അതൊക്കെ ഓക്കെയാണ്. വണ്ടിക്കകം മോശമല്ല, കൊള്ളാം. ടയേഴ്സ് ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് റേറ്റ് വരുമ്പോൾ 4,40,000 ആണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത്. പിന്നെ വണ്ടി ഡെലിവറി ടൈമിലേക്ക് നമ്മളിത് വർക്ക് ചെയ്ത് വാഷിങ്, പോളിഷിങ്, ഇന്റീരിയർ ക്ലീനിങ് എല്ലാം ചെയ്തിട്ടാണ് വണ്ടി ഡെലിവറി കൊടുക്കുന്നത്. ഒന്ന് വൃത്തിയാക്കി എടുക്കുക. ഇതൊക്കെ നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കും. ഇത് പെയിന്റിങ്ങിന് ഇത് പോളിഷ് ചെയ്താൽ മാറുന്നതേ ഉള്ളൂ. അതേ ഉള്ളൂ. വണ്ടി കാണാൻ വേറെ അപാകതകളൊന്നുമില്ല. വണ്ടി വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ആ കാണിച്ച ഒരു പാട് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. 2025 ആൾട്ടോ K10 VXi സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം 8,600 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. അത്രേ ഉള്ളൂ. 10,000 പോലും ഓടിയിട്ടില്ല. വണ്ടിക്കകം ഒക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിക്കും. പുത്തൻ വണ്ടിയല്ലേ. സീറ്റ് കവർ വന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. എത്ര ചോദ്യം? ഇത് റേറ്റ് ആയിട്ടില്ല. ആക്ച്വലി വണ്ടി ഇന്നലെ വൈകുന്നേരം നമുക്ക് വന്നിട്ടേ ഉള്ളൂ. ഓക്കെ. ഈ റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും ഉള്ള വണ്ടിയല്ല. മാത്രമല്ല ഇതിന് എക്സ്റ്റൻഡ് വാറണ്ടി 2030 വരെ എക്സ്റ്റൻഡ് വാറണ്ടി ഉള്ള വാഹനമാണ്. ഉണ്ടല്ലേ? ഓക്കെ. ഫസ്റ്റ് ടയേഴ്സ് ആണ്, 8,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. വണ്ടി കാണാനൊക്കെ കൊള്ളാം. പോറൽ പോലും വന്നില്ല, അത്ര നീറ്റായിട്ട് ഇരിപ്പുണ്ട്. വണ്ടി വേറെ അപാകതകളൊന്നും കാണുന്നില്ല. 2019 സ്വിഫ്റ്റ് VXi സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം 64,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. കിലോമീറ്റർ ജെന്യൂൻ ആണ്? തീർച്ചയായിട്ടും. കിലോമീറ്റർ ഇവിടെയുള്ള വാഹനങ്ങളുടെ എല്ലാം ജെന്യൂൻ തന്നെയാണ്. മാനുവലാണ്. വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതിന് റീപ്ലേസ്മെന്റ് ഉണ്ട്. അതായത് ഈ ലെഫ്റ്റ് സൈഡിലെ 2 ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ? അതെ. അത് ആക്സിഡന്റ് ആയിട്ടല്ല, ഇവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സൈഡിൽ മതിലിൽ ഇങ്ങനെ ഒരസിയിട്ട് ഡെന്റ് വന്നതാണ്. അതിപ്പം ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കിടന്നത് കൊണ്ട് അവർ ചേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. ടയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. വേറെ അപാകതകളെല്ലാം വൺ സൈഡ് അങ്ങനെ മാറിയിട്ടുണ്ട്, 2 ഡോറുകൾ. എത്ര ചോദ്യം? എത്ര ഇത് റേറ്റ് വരുമ്പോൾ 5,50,000 ആണ് ചോദ്യം. 5,50,000. 2017 വാഗണർ VXi സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം 1,18,000 ആണ് ഓടിയിട്ടുള്ളത്. 1,18 ഓടിയിട്ടുണ്ട്. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ ഡ്രൈവർ സൈഡ് സീറ്റ് കവർ കുറച്ച് മോശമാണ്. അതേപോലെ ഈ കോർ ഡ്രൈവറിൻ്റെ സീറ്റ് കവർ ഫ്രണ്ട് അത്ര പോരാ. വണ്ടിക്കകം കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്ക് സൈഡ് ഓക്കെയാണ്, നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്. ഓവറോൾ വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് റേറ്റ് വരുമ്പോൾ 3,25,000 ആണ് ചോദിക്കുന്നത്. ടയർ മാറി കൊടുക്കൂ? ഇല്ല, ഈ പ്രസന്റ് കണ്ടീഷനിലുള്ള റേറ്റാണ് ഇട്ടിരിക്കുന്നത്. എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല. മാത്രമല്ല ഈ 1,18 ഓടിയിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ട് സർവീസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ്, സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കമ്പനി സർവീസ് ആയിരുന്നോ? അതെ, തീർച്ചയായിട്ടും. 2003 മാനുഫാക്ചറിങ്, 2004 രജിസ്ട്രേഷനിലുള്ള മാരുതി 800 ആണ്. ഇതിൻ്റെ ഓണർഷിപ്പ് 3 ആണ്. കിലോമീറ്റർ 91,000 ഓടിയിട്ടുണ്ട്. 2029 വരെ രജിസ്ട്രേഷൻ വാലിഡിറ്റി ഉണ്ട്. ഇതിന്റെ കിലോമീറ്റർ നമുക്ക് ജെന്യൂൻ പറയാൻ പറ്റുമോ? 2003 വണ്ടിയാണ്. ഈ വണ്ടിക്കൊന്നും കിലോമീറ്റർ മറിക്കാനൊന്നും ആരും നിൽക്കത്തില്ലെന്നേ. ഇത് MBFI അല്ല, കാർബറേറ്റർ ആണ്. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ 55 ആണ് ചോദിക്കുന്നത്. 55 രൂപ. വണ്ടി ബോഡിയൊക്കെ നല്ല വൃത്തിയായിട്ട് ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ആയിട്ട് ഇതിനകത്തൊന്നും കാണിക്കുന്നില്ല. ടയേഴ്സ് ഒക്കെ തന്നെ നോക്കിയാലും അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. ഫ്രണ്ട് ടയർ അത്യാവശ്യം കൂടുതലാണ്, ബാക്ക് ടയർ ഒരു 50% വേണമെങ്കിൽ പറയാം. പക്ഷേ ഫ്രണ്ട് കുറേ കൂടി ഉണ്ട്. ഓരോ വണ്ടിയുടെ ബോഡിയൊക്കെ വെച്ചിട്ട് കാണാൻ കൊള്ളാം. ഐ മീൻ വലിയ പാച്ച് വർക്കൊന്നും വന്നായിട്ടൊന്നും കാണുന്നില്ല, നീറ്റാണ്. 2014 ടൊയോട്ട ഇറ്റ്യൂസ് GD. ഇത് ഡീസൽ വേരിയൻ്റ് ആണ്.
സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം 91,200 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 1,00,000 ആവാറായിട്ടുണ്ട്. കിലോമീറ്റർ ജെന്യുइन അല്ലേ? അതെ അതെ, ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വണ്ടിക്കകം കാണാൻ നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതിന് റീപ്ലേസ്, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബോണറ്റ് ബമ്പർ അങ്ങനെയുള്ളതൊന്നുമില്ല, ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ്മെന്റ്. ഗ്ലാസ് മാത്രം. ഓക്കെ. ടയേഴ്സ് ആവറേജിലും താഴെയാണ്. എത്ര ഇത് വരുമ്പോൾ 4,75,000 ചോദിക്കുന്നത്. ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസ് അല്ല, നിങ്ങൾ വന്ന് വണ്ടി കാണുക, കണ്ട ശേഷം നമുക്ക് നോക്കാം. ഇതിന് ലോൺ കിട്ടുമോ? ഇതിന് 3 വർഷം വരെ ഫിനാൻസ് അവൈലബിൾ ആണ്. എത്ര രൂപ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും? ഇതിന് ഒരു 50,000 എന്തായാലും വേണ്ടി വരും. 2022 എസ്ക്രോസ് ആൽഫയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം 29,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 29. സെക്കൻഡ് ഓണർ അല്ലേ? കിലോമീറ്റർ ഇത്ര കാണുമോ? സെക്കൻഡ്, ഇത് ഒരു വീട്ടിൽ തന്നെ പേര് ചേഞ്ച് ചെയ്തതാണ്. എന്ന് വെച്ചാൽ ഇതൊരു ആർമി ഉദ്യോഗസ്ഥൻ്റെ വണ്ടിയാണ്. അപ്പോൾ എക്സ്ചേഞ്ച് ബോണസ് കിട്ടാൻ വേണ്ടിയിട്ടേ പേര് ഇങ്ങോട്ട് മാറ്റിയെടുത്തതാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. അതെ, ആൽഫ ടോപ്പ് എൻഡ് ആണ്. പുഷ് സ്റ്റാർട്ട് ബട്ടണൊക്കെ ഉള്ള വണ്ടി. ബാക്ക് സൈഡൊക്കെ കൊള്ളാം, നല്ല ലൈവിങ്സ് ഉണ്ട്. ടയേഴ്സ് കുഴപ്പമില്ല, നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് റേറ്റ് വരുമ്പോൾ 8,65,000 ചോദിക്കുന്നത്. എത്ര നമുക്ക് ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 60 രൂപയ്ക്ക് അടച്ചിട്ട് ബാക്കി ഫിനാൻസ് കിട്ടുന്ന വാഹനമാണ്. 60 രൂപ? അതെ. ഇതിന് മാത്രമല്ല 6 മന്ത് വാറൻറ്റിയും നൽകുന്നുണ്ട്. 3 ഫ്രീ സർവീസും ഉണ്ട്. 2019 സെലേരിയോ VXi സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത്. കിലോമീറ്റർ വന്നിട്ട് 66,000. 66 സെക്കൻഡ് ഓണർ. ഫോർഡോ പവർ വിൻഡോസ് ആണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് വരുന്നില്ല. ഇതിലും സ്റ്റീരിയോ ഇല്ല, മാനുവലാണ്. ഇതിൽ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഈ പരിപാടി കേട്ടോ. ഓക്കെ, വണ്ടിക്കകമൊക്കെ ഡീസൻ്റാണ്. ആക്സിഡൻറ്റ് കേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് റീപ്ലേസ്മെൻറ്റ്, ഫ്രണ്ട് ഗ്ലാസും ബോണറ്റും റീപ്ലേസ് ആണ്. ഫ്രണ്ട് സൈഡ് കംപ്ലൈൻസ് ഇല്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളത് പറയും. ഓക്കെ. എത്ര ചോദ്യം? ഇത് റേറ്റ് വരുമ്പോൾ 3,75,000 ചോദിക്കുന്നത്. 3,75. എത്ര 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം? ഉറപ്പായിട്ടും 30 രൂപ മുതൽ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് അടച്ച് വണ്ടി ഇറക്കാൻ പറ്റും. ടയറിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം പുത്തൻ ടയർ പോലെ കിടക്കുന്ന ടയറാണ്. പുത്തൻ ടയറാന്ന് തോന്നുന്നു. ബാക്ക് ആവറേജ് ആണ്, ഫ്രണ്ട് നല്ല ടയർ കിടക്കുന്നത്. 2019 ആൾട്ടോ K10 ഓട്ടോമാറ്റിക് VXi ആണ് വേരിയൻറ്റ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. അതെ. കിലോമീറ്റർ വന്നിട്ട് 81 ആയിട്ടുണ്ട്. ആൻഡ്രോയിഡ് സെറ്റൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം വണ്ടിക്കകമൊക്കെ കാണാൻ നല്ല നീറ്റാണ്. നല്ല അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടിയാന്ന് പറഞ്ഞു. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ 3,85,000 ചോദിക്കുന്നത്. 3,85. ടയേഴ്സ് ആവറേജ് ആണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സ്പോയിലറൊക്കെ വെച്ചിട്ടുണ്ട് ഇത്. അതെ. ഓക്കെ, വേറെ അപാകതകളൊന്നും കാണുന്നില്ല. ഒരു 50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാവുന്ന ഒരു വണ്ടി. അതെ അതെ. 2014 മാനുഫാക്ചറിങ്, 15 രജിസ്ട്രേഷൻ ആൾട്ടോ LXi ആണ് വേരിയന്റ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്. അതെ. 86,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 86. വണ്ടിക്കകം കൊള്ളാം, നീറ്റാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്. ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയാണ്. ടയേഴ്സ് ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ 2,35,000 ചോദിക്കുന്നത്. 2,30,000. 30 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് നമുക്ക് ബാലൻസ് ഫിനാൻസ് ചെയ്യാൻ പറ്റും. അതെ, 5 വർഷത്തെ ഫിനാൻസും ചെയ്യാം. 5 വർഷം ഫിനാൻസും ചെയ്യാൻ പറ്റുന്ന വണ്ടി. 2013 സ്വിഫ്റ്റ് VXi ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ്. കിലോമീറ്റർ 87,000. 87. ടയേഴ്സ് കൊള്ളാം, കുഴപ്പമില്ല. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ആണ്. കിലോമീറ്റർ ഒക്കെ ജെന്യുവിൻ ആണേ? അതെ അതെ. സീറ്റ് കവേഴ്സ് ആയിട്ട് വന്നിട്ടില്ല, മാനുവലാണ്. വണ്ടി കാണാൻ കൊള്ളാം. ഫോർഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുന്ന മോഡലാണ്. എത്ര ചോദ്യം? ഇത് റേറ്റ് വരുമ്പോൾ 3,45,000 ചോദിക്കുന്നത്. ബാക്ക് ടയറും ആവറേജ്. സ്വിഫ്റ്റ് VXi ബ്ലൂ കളർ ഫെയ്ഡൊന്നും വന്നിട്ടില്ല. ആ രീതിയിലൊക്കെ നോക്കിയാൽ വൃത്തിയായിട്ടിരിപ്പുണ്ട്. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഇതിന് റീപ്ലേസ്മെന്റ് വന്നിട്ട് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വന്നിട്ടുണ്ട്.
ഇവിടെ ഒരു ചെറിയ പോറിൻ്റെ ചെറുതല്ല പോറിൽ വലുതായിട്ടുണ്ട്. ഇത് പെയിൻറ് ചെയ്ത് കൊടുക്കത്തില്ല, നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും. 2011 A-Star LX ആണ് വേരിയൻറ്റ്. ഇതിപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് 2031 വരെ പേപ്പറുള്ള വാഹനമാണ്. 2031 വരെ ഉണ്ട്. അതെ. വണ്ടിക്കകം കൊള്ളാം. ടെസ്റ്റിൻ്റെ ബേസ് ചെയ്ത് കൂടി പണിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ തന്നെ ആണെങ്കിലൊക്കെ കൊള്ളാം. ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. സീറ്റ് കവറായിട്ട് വന്നിട്ടില്ല. ടയേഴ്സ് ആവറേജ് ടയേഴ്സാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1,35,000 ആണ്. 1,35,000 ഫുൾ പേയ്മെൻറ്റ് ചെയ്യണമല്ലോ. ഇതിന് എന്തായാലും ലോൺ സൗകര്യം കിട്ടത്തില്ലല്ലോ. 2011 ലോൺ സൗകര്യം ഇല്ല. 2006 സെൻ എസ്റ്റിലോ VXI തേർഡ് ഓണർഷിപ്പാണ്. കിലോമീറ്റർ 64,000. കിലോമീറ്റർ ജെന്യൂനാണോ? അതെ, ഇതൊക്കെ നമ്മളുടെ സോഴ്സിങ് ടീം നോക്കി ഹിസ്റ്ററിയെല്ലാം നോക്കി എടുക്കുന്ന വാഹനങ്ങളാണ്. അപ്പം ജെന്യൂൻ ആയിരിക്കും. ഗിയർ നോബ് മാറി കൊടുക്കേണ്ടി വരും. അതൊക്കെ ചെയ്യും നമ്മൾ. ഫ്ലാറ്റൊക്കെ നോക്കിയാലൊക്കെ കൊള്ളാം. ഇവിടെ ചെറിയൊരു തുരുമ്പിൻ്റെ ഒരു ഇതുണ്ട്, അല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. ഡോർ പാഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, അത് കുഴപ്പമില്ല. ഇതിൻ്റെ പേപ്പർ വർക്ക് എത്ര ആളുകൂടി ഉണ്ട്? ഇത് വന്നിട്ട് ഈ വർഷം ഡിസംബർ വരെയാണ് നമുക്ക് ഇതിനിപ്പോൾ പേപ്പർ കിടക്കുന്നത്. ഡിസംബർ വരെ ഉള്ളൂ. ഓക്കെ. അപ്പം ടെസ്റ്റ് ആകുമ്പോൾ ടയർ മാറേണ്ടി വരും. എത്ര ചോദ്യം? ഇത് 80,000 ആണ് ചോദിക്കുന്നത്. ഇതിന് റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും? ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. വണ്ടി വൃത്തിയായിട്ടുണ്ട്. പക്ഷെ കുറച്ച് ഇവിടെ ഇതൊക്കെ നിങ്ങളങ്ങ് ചെയ്ത് കൊടുക്കില്ലേ? ഈ ഇവിടെയൊക്കെ പോളിഷിങ്ങിൽ പോകുന്ന വാഹനങ്ങളാണ്, സ്ക്രാച്ചസ് ആണ്. 2012 ഓൾട്ടോ LXI സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം 65,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 65. വണ്ടിക്കകം അത്യാവശ്യം നല്ല വൃത്തിയായിട്ടൊക്കെ ഇരിപ്പുണ്ട്, അത് കുഴപ്പമില്ല. നല്ലൊരു സീറ്റ് കവർ കിടപ്പുണ്ട്. സീറ്റ് കവർ മോശമായിട്ടില്ല, പഴയ സീറ്റ് കവറാണ്, പക്ഷേ അത് കീറി പറഞ്ഞൊന്നും പോയിട്ടില്ല, വൃത്തിയായിട്ടിരിപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്. ടയേഴ്സ് ആവറേജ് ആണെങ്കിൽ ആവറേജിന് മുകളിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബാക്ക് സൈഡ് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ട്, പെയിൻറ്റിൻ്റെ സ്ക്രാച്ചുകളുണ്ട്. എത്ര ചോദ്യം? ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ 1,55,000 ആണ്. 1,55,000. അല്ല, ഇവിടെ ഫ്രണ്ടിലൊക്കെ ചെറിയ വർക്കുകൾ ചെയ്യേണ്ടി വരും. വേറെ വാഗപ്പഴകളൊന്നും കണ്ടില്ല. റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെൻ്റ് ഒന്നും ആ വാഹനത്തിനില്ല. 2012 ആൾട്ടോ LXI ആണ് ഇതും. ഇത് സിംഗിൾ ഓണർഷിപ്പാണ്. കിലോമീറ്റർ 86,000 ഓടിയിട്ടുണ്ട്. 86. ഇതിൽ ഗ്രാഫിക്സ് വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല സീറ്റ് കവർ ഇടപ്പുണ്ട്. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ നീറ്റാണ്, കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് AC പവർ സ്റ്റിയറിംഗ്? AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വൃത്തിയാണ്. ടയേഴ്സ് കൊള്ളാൻ, കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇതും റേറ്റ് 1,55,000 തന്നെയാണ്. ഇതിന് എന്തെങ്കിലും പാകപ്പെട? ഇതിന് റീപ്ലേസ്മെന്റ് വന്നിട്ടില്ല. ഇവിടുത്തെ പിന്ന് പോയിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കേണ്ടി വരും, അല്ല വേറെ പ്രശ്നങ്ങളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. 2012 ഓൾട്ടോ K10 LXI സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം 78,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഇതിന് റീപ്ലേസ്മെന്റ് ഇല്ല, നല്ല വണ്ടിയാണ്. സീറ്റ് കവർ മാറി കൊടുക്കേണ്ടി വരും കേട്ടോ. സീറ്റ് കവർ ആകുമ്പോഴേ നമ്മളായിട്ട് മാറത്തില്ല, കാരണം ഒറിജിനൽ സീറ്റിനൊന്നും സംഭവിച്ചിട്ടില്ല. അതില്ല, ഇട്ട സീറ്റ് കവർ മോശമായി പോയി, നമ്മൾ വിട്ടല്ല. ഫസ്റ്റ് ഓണർ അവരുടെ ഇഷ്ടത്തിന് ഇടുന്നല്ലേ. അതെ, കളർ ഫെയ്ഡൊന്നും വന്നിട്ടില്ല. വണ്ടി ആ രീതിയിലുള്ള വൃത്തിയായിട്ട് വേണം. സാധാരണ ഈ കളർ കുറേ കാലം ആകുമ്പോൾ ഫെയ്ഡാവുന്നേ, പക്ഷെ ഇത് അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇത് എത്രയാ? ഇതിന്റെ റേറ്റ് വരുമ്പോഴേ 1,65,000 ആണ് ചോദിക്കുന്നത്. റീപ്ലേസ് ആയിട്ടൊന്നും? ഇത് റീപ്ലേസ്മെന്റ് ഇല്ല. ഇത് 2012 ഫോർഡ് ഫിഗോ ആണ്. ഡീസലാണ് ഈ വാഹനം. ഓണർഷിപ്പ് 4ാമത്തതും. കിലോമീറ്റർ 1,14,000 ആണ് ആയിട്ടുള്ളത്. 1,14. അപ്പം മേജർ സർവീസ് നടത്തിയിട്ടുണ്ട്? 1,00,000 മേജർ സർവീസ് കഴിഞ്ഞതാണ്. വണ്ടിക്കകം കൊള്ളാം കേട്ടോ, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, അത് കുഴപ്പമില്ല. ആക്സിഡന്റ് കേസ് വല്ലതും ഉണ്ടോ? ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല. ബാക്ക് ടയർ ആവറേജ് ടയേഴ്സ്. വണ്ടി കാണാൻ വലിയ അപാകതകളൊന്നുമില്ല. അല്ല, ഇവിടെ ചെറിയൊരു ബാക്ക് ചോട്ടുണ്ട്, അല്ല വേറെ ഒന്നും ഇല്ല. ഈ ബാക്ക് ടയർ ഈ ഭാഗത്തെയും ഏകദേശം ഒരേ കണ്ടീഷൻ. എത്ര ചോദ്യം? ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 95,000 ആണ്. 95 രൂപ. ഇതിൻ്റെ പേപ്പർ ഇനി എത്ര ആളുണ്ട്? 2027 അടുത്ത വർഷം പകുതി വരെ ഉണ്ട്.
2011 മാനുഫാക്ചറിങ്, 12 രജിസ്ട്രേഷൻ, ഓൾട്ടോ LXI. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം 1,11,000 ഓടിയിട്ടുള്ളത്. 1 ലക്ഷം കഴിഞ്ഞു. പക്ഷെ വണ്ടിക്കകം കാണാനൊക്കെ കൊള്ളാം കേട്ടോ. അത്യാവശ്യം നീറ്റായിട്ട് അടിക്കുന്നത്, നല്ല വൃത്തിയുണ്ട് കാണാൻ. സീറ്റ് കവറൊക്കെ ചെയ്ത് ആ രീതിയിലും അത് കാണാനായിട്ട് ഒരു നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ആക്സിഡൻറ്റ് കേസ് വല്ലതും ഉണ്ടോ? ഇത് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ്. ബാക്ക് സൈഡൊക്കെ കൊള്ളാം, ടയേഴ്സ് കൊള്ളാം, നല്ല ടയറാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? ഇത് റേറ്റ് വരുമ്പോൾ 1,10,000 ചോദിക്കുന്നത്. 1,10,000. വണ്ടി ബോഡിയൊക്കെ കണ്ടിട്ടും നീറ്റാണ്, വലിയ പണിയുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. 4 ടയേഴ്സ് അപ്പം കൊള്ളാം കേട്ടോ, നല്ല ടയേഴ്സ് തന്നെയാണ് കിടക്കുന്നത്. ഇതിൻ്റെ പേപ്പേഴ്സ് വർക്കൊക്കെ ഇനി എത്ര ഉള്ളതുണ്ട്? ഇത് 2027 ജാനുവരി മാസം വരെയാണ് പേപ്പർ ഉള്ളത്. 2008 വാഗണർ LXI. ഇത് ഓണർഷിപ്പ് 4ാമത്തതാണ്. കിലോമീറ്റർ 95,000 മാത്രമാണ് ഓടിയിട്ടുള്ളത്. 4 ഓണറും 95 കിലോമീറ്റർ. 2 ഡോർ പവർ ഉണ്ട്. ഇത് LXI അല്ലേ? LXI ആണ്. വണ്ടിക്കകമൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. ടയർ ഒരു വിധം ഒരു മീഡിയം കണ്ടീഷൻ. എത്ര ചോദ്യം? ഇതിന് റേറ്റ് വരുമ്പോൾ 1,20,000 ചോദിക്കുന്നത്. പേപ്പർ വർക്കൊക്കെ ഇനി എത്ര? ഇത് 2028 9ാം മാസം വരെ പേപ്പറുണ്ട്. വണ്ടി കാണാനൊക്കെ കൊള്ളാം കേട്ടോ, വലിയ പാകപ്പഴയൊന്നും കാണുന്നില്ല, സ്ക്രാച്ചോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ പറയാനുണ്ടെങ്കിൽ ഒരു ചെറിയ ചണുക്കുണ്ട്, അല്ലാതെ വേറൊന്നും ഞാൻ കണ്ടില്ല. വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, വണ്ടി കൊള്ളാം. 2010 നാനോ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം 44,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ടെസ്റ്റ് കഴിഞ്ഞ വാഹനമാണ്. 2030 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ ജെന്യുइन തന്നെയല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ആ ഒരു ക്വാളിറ്റി. ഇപ്പോൾ ഡോർ പാഡൊക്കെ തന്നെ നോക്കിയാലൊക്കെ നല്ല നീറ്റാണ്, നല്ല വലിയ സ്ക്രാച്ചോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വണ്ടിക്കകം നോക്കിയാലൊക്കെ കൊള്ളാം. ആക്സിഡൻറ്റ് കേസ് റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല, ഒന്നുമില്ല. ടയേഴ്സ് ബാക്ക് ടയറൊക്കെ പുത്തൻ ടയറായിട്ടാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? ഇത് ചോദ്യം വന്നിട്ട് 65,000 ചോദിക്കുന്നത്. 65. ഈ ഒരു സൈഡാണ് പറയത്തക്ക ഒരു സ്ക്രാച്ച് എന്ന് പറയാനുള്ളത്, അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. വണ്ടി കാണാനൊക്കെ നീറ്റായിട്ട് പോകുന്നത്. 2008 വാഗണർ LXI സെക്കൻഡ് ഓണർഷിപ്പാണ്. കിലോമീറ്റർ 1,01,000 ഓടിയിട്ടുണ്ട്. കിലോമീറ്റർ 1 കഴിഞ്ഞു. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഇതിന് റീപ്ലേസ്മെന്റ് വന്നിട്ടില്ല, ഈ വാഹനത്തിന് വന്നിട്ടില്ല. വണ്ടിക്കകം വലിയ വൃത്തികേടില്ല, വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ബട്ട് കാലത്തിൻ്റെ പഴമയുള്ളത് കൊണ്ട് ഇവിടെ ഇതിൻ്റെ ഇത് പോയിട്ടുണ്ട്, അല്ല വേറെ ഒന്നും കാണുന്നില്ല. വലിയ സ്ക്രാച്ചോ പ്രശ്നങ്ങളോ അങ്ങനെയുള്ളതൊന്നും കണ്ടിട്ടില്ല, നീറ്റാണ്. പെയിൻറ്റ് വലുതായിട്ട് പോയതായിട്ടൊന്നും കാണുന്നില്ല. എത്ര ചോദ്യം? അത് റേറ്റ് വന്നിട്ട് 1,20,000. 1,20,000. ടയേഴ്സ് ആവറേജ് ടയേഴ്സാണ് കിടക്കുന്നത്. ഇവിടെ പൊട്ടിയിരിപ്പുണ്ട്, മാറിയെടുക്കേണ്ടി വരും. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇവിടെ ഒരു പിടി പോയിട്ടുണ്ട്, അത് ക്ലിയർ ചെയ്യുക. അല്ലാത്ത പക്ഷം വേറെ ഒന്നും കാണുന്നില്ല. 1,20,000. 1,20,000. പേപ്പർ ഇനി എത്ര ആള്? 2028 വരെ പേപ്പറുണ്ട്. 28 വരെ. അതെ. 2005 മാരുതി 800 രജിസ്ട്രേഷൻ വാലിഡിറ്റി വന്നിട്ട് 2030 വരെ ഉണ്ട്. 4th ഓണർഷിപ്പാണ്. കിലോമീറ്റർ 99,000. പുത്തൻ ടയർ. വണ്ടിക്കകം വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല, അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. ഡോർ പാഡ് ഇച്ചിരി ഫാൾട്ടുണ്ട്. എത്ര ചോദ്യം? ഇത് റേറ്റ് 65. ഇതിൽ റീപ്ലേസ് ഉണ്ടോ? ഈ റീപ്ലേസ്മെന്റ് വന്നിട്ടില്ല കേട്ടോ. അതിൽ ഇത് കാർബറേറ്ററുള്ള MBFI ആണ്. MBFI? അതെ. ഓക്കെ. ടയർ എല്ലാം പുതിയതാണ്, MBFI വണ്ടിയാണ്. പക്ഷെ നമ്മൾ ആദ്യം മറ്റേ ഫ്രണ്ടിൽ കണ്ട വണ്ടിയുടെ ഒരു ക്വാളിറ്റി വണ്ടിക്കില്ല. ആ വണ്ടിയാണ് കുറച്ചുകൂടി നല്ലത്. പക്ഷേ ഇതിൻ്റെ ടയേഴ്സ്, എല്ലാ ടയേഴ്സും പുത്തൻ ടയേഴ്സാണ് കിടക്കുന്നത്. ആ രീതിയിൽ കൊള്ളാം. എത്ര ചോദ്യം? 65. 65. അതെ. 2023 വാഗണർ VXI സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം 88,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 1000 cc വണ്ടിയാണ്. ഈ വാഹനത്തിന് നമ്മൾ 1 year വാറണ്ടി നൽകുന്നുണ്ട്, കൂടാതെ 3 ഫ്രീ സർവീസും. അതോടൊപ്പം ഒരു സർവീസ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി ഇപ്പം ഇട്ടിരിക്കുന്നത്. ഓക്കെ. ആൻഡ്രോയിഡൊക്കെ വരുന്ന മോഡലാണ്. മാനുവലാണ്. 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നിട്ടില്ല. ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നീറ്റാണ്.
അതൊന്നും കുഴപ്പമില്ല, നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് ഇട്ടിട്ടുണ്ട്. ടയർ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതിന് റീപ്ലേസ്മെന്റ് ഉള്ള വാഹനമല്ല. അല്ല. എത്ര ചോദ്യം? ഇത് റേറ്റ് വരുമ്പോൾ 4,85,000 ആണ്. 2009 ആൾട്ടോ സ്റ്റാൻഡേർഡ് സിംഗിൾ ഓണർഷിപ്പാണ് ഈ വാഹനം. കിലോമീറ്റർ വന്നിട്ട് 1,30,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറാ? അതെ, സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ ഓടി എന്നുള്ളതാണ്. AC പവർ സ്റ്റിയറിംഗ് വരുന്നില്ല. പവർ സ്റ്റിയറിംഗ് ഇല്ല? ഇല്ല, സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ് ആണ്. അതെ. എത്ര ചോദ്യം? ഇത് റേറ്റ് വരുമ്പോൾ 80,000 ആണ് ചോദിക്കുന്നത്. പവർ സ്റ്റിയറിംഗ് ഇല്ലല്ലോ. 2029 പേപ്പർ ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, വണ്ടി കാണാൻ വൃത്തിയായിട്ടിരിപ്പുണ്ട്. സ്ക്രാച്ച് ഒന്നും വലുതായിട്ട് കണ്ടതുമില്ല. ആ രീതിയിൽ വണ്ടി ഓക്കെയാണ്. ടയേഴ്സ് ഒരു ആവറേജ് ടയേഴ്സാണ്. എൻ്റെ പേപ്പർ ഇനി എത്ര നാൾ? 2029 വരെ. 2009 സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ വേരിയൻറ്റ് വന്നിട്ട് LDA ആണ്. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 1,73,000 ആയിട്ടുണ്ട്. കിലോമീറ്റർ മാത്രം നന്നായിട്ട് ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിക്ക് അതൊന്നൊരു വലിയ കിലോമീറ്റർ ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഇത് കഴിഞ്ഞോ? 1 ലക്ഷം കഴിയുമ്പോൾ സർവീസ് കഴിഞ്ഞത്. ഇനിയിപ്പോൾ അടുത്ത് 2 ലക്ഷത്തിൻ്റെ വരുന്നു, അതേ ഉള്ളൂ. ഓക്കെ, വണ്ടിക്കകമൊക്കെ നീറ്റാണ് കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. വേറെ പാകപ്പഴകൾ പറയാൻ റീപ്ലേസ്മെന്റ് ഇല്ല വാഹനത്തിന്. ഇല്ല. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്, കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് റേറ്റ് ആയിട്ടുള്ള വണ്ടി ഇന്നലെ വന്നതേ ഉള്ളൂ. മാത്രമല്ല നമ്മുടെ ഓണത്തിൻ്റെ എക്സ്ചേഞ്ച് വണ്ടികൾ കയറി തുടങ്ങുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു 50 രൂപ കണ്ടേ ഇറക്കാം. ഉറപ്പാണ്. ഇതിന് ഫിനാൻസ് കിട്ടത്തില്ല കേട്ടോ. 2009 അല്ലേ? 2009 ആണ്. ഇനി എത്ര? 29 വരെ പേപ്പറുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പം നിങ്ങൾ ഈ കണ്ടത് കർക്കിടകം പ്രമാണിച്ചിട്ടുള്ള കുറച്ച് വണ്ടികൾ മാത്രമാണ്. ഇപ്പം ഓണം പ്രമാണിച്ചിട്ടുള്ള വണ്ടികൾ നമുക്ക് എക്സ്ചേഞ്ച് കയറാനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ചെറിയ വണ്ടികളായാലും വലിയ വണ്ടികളായാലും വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ആ സമയം ഒരു അടുത്ത മാസം പകുതിയോടുകൂടി ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വണ്ടികൾ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ചെറുതും വലുതും എല്ലാം കൂടി മിക്സ് ചെയ്താണ് ഞാൻ കാണിച്ചു തന്നേക്കുന്നത്. കാരണം വില കുറഞ്ഞ വണ്ടികൾ മാത്രം കാണിച്ചു തന്നെ ഇനി അങ്ങനെയുള്ള വണ്ടികൾ മാത്രം അവിടെ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത വേണ്ടാത്തതുകൊണ്ട് മിക്സ് ചെയ്താണ് കാണിച്ചു തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അടുത്ത സെക്കൻഡ് പാർട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.